മക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓർഗാനിക്കിലെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ആണ് ക്വസ്റ്റ്യൻ. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ നമുക്കറിയാം sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ മോർ സ്റ്റേബിൾ ആയിരിക്കും ആരെക്കാളും sp2നേക്കാളും ആരെക്കാളും sp3നേക്കാളും നമുക്കറിയാം. ഇത് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇത് രണ്ടും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കാർബണിന് ചുറ്റും രണ്ട് sp2 ഉണ്ട്. ഇവിടെ ഒരു sp2 ഉണ്ട്, ഒരു sp2. ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. sp ഗ്രേറ്റർ ദാൻ sp2 ഗ്രേറ്റർ ദാൻ sp3 ആണെന്ന് അറിയാം. സോ ഏറ്റവും സ്റ്റേബിൾ ആരാ? A ആണ്. പിന്നെ B ആണ്. B ന്റെ കേസിൽ രണ്ട് sp2 ഉണ്ട്. C യുടെ കേസിൽ ഒരു sp2 ഉള്ളൂ. പിന്നെ C ആണ്. പിന്നെ D ആണ്. റിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് ടെൽ ദ acidity which of the following compound has മോസ്റ്റ് അസിഡിക് ഇൻ നേച്ചർ? മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. OH ഉള്ളത് ആൽക്കഹോൾ ആണ്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടെ OH വന്നാൽ ഇത് ആൽക്കഹോൾ ആണ്. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇത് ഫീനോൾ ആണ്. ഫീനോൾ ആണ്. എഗെയിൻ ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. നമുക്കറിയാം ആൽക്കഹോളിനേക്കാൾ മോർ അസിഡിക് ആണ് ആര്? ഫീനോൾ അല്ലേ? സോ 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. which of the following compounds are most basic compound? ആരാണ് മോസ്റ്റ് ബേസിക് എന്നുള്ളതാണ്. മക്കളെ മനസ്സിലാക്കുക, ഇവിടെ ലോൺ പെയർ ബെൻസീൻ നിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ലോൺ പെയർ ബെൻസീൻ റിംഗിൽ അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ലോൺ പെയർ റിംഗിൽ അറ്റാച്ച്ഡ് ആണ്. സോ ഇതിന് മൂന്നുമല്ല, ഇത് മൂന്നുമല്ല. കാരണം എന്താ? ലോൺ പെയർ ബെൻസീൻ റിംഗായിട്ട് അറ്റാച്ച് ചെയ്താൽ ആ ലോൺ പെയർ ബെൻസീൻ റിംഗുമായിട്ട് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ ലോൺ പെയർ അവൈലബിൾ ആവില്ല. സോ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് ഇതാണ്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ആരുള്ളത്? NH ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി. ഇതിൽ ഏത് കാർബോകാറ്റയോൺ ആണ് മോസ്റ്റ് സ്റ്റേബിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. ഇത് പോയി കഴിഞ്ഞാൽ ഇത് ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ്. ക്ലിയർ? ഇത് പോയി കഴിഞ്ഞാൽ ഈ കാർബോകാറ്റയോൺ പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. എഗെയിൻ ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും കാർബോകാറ്റയോൺ ഫോം ചെയ്തു. നമുക്കറിയാം ബെൻസൈൽ കാർബോകാറ്റയോൺ ഹൈലി സ്റ്റേബിൾ ആണെന്ന് അറിയാം അല്ലെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആയിട്ടുള്ള കേസാണ്. ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആവണമെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഏതാ? sp3 എന്ത് വേണം? ഹൈഡ്രജൻ ഉണ്ടാവണം. sp2 അറ്റാച്ച് ചെയ്ത് sp3 എന്ത് വേണം? ഹൈഡ്രജൻ ഉണ്ടാവണം. ഇവിടെ sp2 ഇതാണ്, sp3 ഇതാണ്. sp3 ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ sp2 ഇതാണ്. ബാക്കിയുള്ള കാർബൺ ഒക്കെ sp2. സോ നോ ഹൈപ്പർ കോൺജുഗേഷൻ. ഇവിടെ മക്കളെ മനസ്സിലാക്കുക, sp2 ഇതാണ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. പക്ഷെ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ അല്ല. ഇത് ബ്രിഡ്ജിങ് കാർബൺ ആണ്. സോ sp2 അറ്റാച്ച് ചെയ്ത് sp3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സോ ഹൈപ്പർ കോൺജുഗേഷൻ അവിടെ പോസിബിൾ ആണ്. അത് ബ്രിഡ്ജിങ് കാർബൺ അല്ല. 3 ഓൺലി ആണ് ആൻസർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റാഡിക്കൽ ആരോമാറ്റിക് ബിക്കോസ് ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആവാനുള്ള കാരണമാണ് ചോദിച്ചത്. ആരോമാറ്റിക് ആവാൻ കാരണം ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗിലെ 6 കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഒരു sp2 എന്നാൽ ഒരു sm 2 p ഉപയോഗിച്ചു. ഒരു p ഓർബിറ്റൽ ബാക്കിയുണ്ട്. ആ ഒരു p ഓർബിറ്റലും 6 അൺപെയർഡ് ഇലക്ട്രോൺ ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. aromaticity കാരണം 6p orbital and 6 unpaired electrons are responsible for aromaticity. Next question. ടോട്ടോമെറിക് സ്ട്രക്ചർ ഏത് ടോട്ടോമെറിക് സ്ട്രക്ചർ ആണ് ഹൈലി സ്റ്റേബിൾ എന്നാണ് നോക്കുന്നത്. ഇത് കോൺജുഗേഷനുള്ള ടോട്ടോമെറിക് സ്ട്രക്ചർ ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് കോൺജുഗേഷൻ. അതുമല്ല ഇവിടെ ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. സോ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ 3 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3, sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3, ഇവിടെ എത്ര ഉണ്ട്? 3, 2, 5, 3, 8 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട്. സോ ഇതിന് ടോട്ടോമെറിക് സ്ട്രക്ചർ കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ 3, 2, 5 സ്ട്രക്ചറേ ഉള്ളൂ അല്ലെ? sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3 3, 2, 5 സ്ട്രക്ചറേ ഉള്ളൂ. സോ ഏറ്റവും സ്റ്റേബിൾ ആയ ഇതാണ്. പിന്നെ 2 ആണ്, പിന്നെ 1 ആണ്. 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 ആണ് ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The enthalpy of hydrogenation, heat of hydrogenation stability inversely proportional. Lower the heat of hydrogenation, higher the stability. That is, lower the stability, higher the heat of hydrogenation. ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് ഇയാൾക്കാണ്. There is no conjugation. ഇവിടെ 2 കോൺജുഗേഷൻ ഉണ്ട്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഇവിടെ 3 കോൺജുഗേഷൻ ഉണ്ട്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺജുഗേഷൻ 1-ലാണ്, പിന്നെ 2-ലാണ്, പിന്നെ 3-ലാണ്. ഏറ്റവും സ്റ്റേബിൾ ഇതാണ്. സോ ഇയാൾക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ. ഇയാളാണ് ലീസ്റ്റ് സ്റ്റേബിൾ. ഇയാൾക്കായിരിക്കും ഏറ്റവും ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടുതൽ. Lower the heat of hydrogenation, higher the stability. Higher the heat of hydrogenation, lower the stability. So 3 greater than 2 greater than 1 ആണ് ആൻസർ. Next question. Yes,
Which of the following compound can exhibit tautomalism? Tautomalism exhibit ചെയ്യാനുള്ള കണ്ടീഷൻ എ ബി സി. അവിടെ എന്ത് വേണം? എ എന്തായിരിക്കണം? എയിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അതൊരു ബ്രിഡ്ജിങ് കാർബൺ ആവാൻ പാടില്ല. ബ്രിഡ്ജിങ് കാർബൺ ആവാൻ പാടില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഹൈപ്പർ കോഞ്ചി ടോട്ടോമറിസം പോസിബിൾ ആണോ? എ ബി സി. അവിടെ ഹൈഡ്രജൻ ഉണ്ട് താനും. ഹൈഡ്രജൻ ഇല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്. ടോട്ടോമറിസം പോസിബിൾ ആണ്. ഇനി ഇവിടെ എ ബി സി ടോട്ടോമറിസം പോസിബിൾ ആണ്. ഹൈഡ്രജൻ ഉണ്ട്. ടോട്ടോമറിസം പോസിബിൾ ആണ്. ഇവിടെ മക്കൾ മനസ്സിലാക്കുക. എ ബി സി റെഡി അല്ലേ? എ ബി സി. പക്ഷെ എ എന്ന് പറഞ്ഞ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ല. എ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും വേണം. വളരെ പ്രശ്നം. എ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കണം. ഇവിടെ എ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ടോട്ടോമറിസം ഇല്ല എന്നാ വിചാരിക്കുക. ടോട്ടോമറിസം ഇല്ല എന്നുള്ളത് തെറ്റാണ്. ഇവിടെ ടോട്ടോമറിസം ഉണ്ട്. എങ്ങനെ വരിക? എ ബി സി ടോട്ടോമറിസം. അപ്പം 1ലും 2ലും 3ലും ടോട്ടോമറിസം ഉണ്ട്. എയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. പൈറോൾ. പൈറോളിൽ ഏറ്റവും കൂടിയ ഡെൻസിറ്റി, ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം, ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ഉള്ളത് ഏതിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാർബൺ ആണ്. ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് മാക്സിമം ഓൺ. ഏത് കാർബണിലായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ഉള്ളത്? 2 and 5 കാർബണിലായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ഉള്ളത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഓക്കെ, അപ്പോൾ ബൈ.